നമ്മുടെ ഈ ആമയിഴഞ്ചാൻ റോഡിലെ മാലിന്യങ്ങൾക്കിടയിൽ കാണാതായ ഈ എൻ ജോയ് ഒരു ശുചീകരണ തൊഴിലാളിയാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വല്ലാതെ പെടാപ്പാടുപെടുന്ന ഒരു സാധാരണക്കാരനാണ് ജോയിയാണ് ഇപ്പോൾ ജീവിതത്തിൽ നിന്ന് കാണാമറയത്തിപ്പോൾ നിൽക്കുന്നത്. ജോയിയുടെ മാരായമുട്ടത്തെ വീട്ടിന് സമീപം നമ്മുടെ പ്രതിനിധി ഗിരീഷ് ഉണ്ട്. ഗിരീഷ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. ഈ തൊഴിലാളിയുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും കുറച്ച് പൈസ സമ്പാദിക്കല്ലേ അന്നന്ന് അന്നനത്തിന് വഴി കാണുക എന്ന രീതിയിലാണ് ഈ ആമയിഴഞ്ചാൻ തൊട്ടിലിറങ്ങിയതും അദ്ദേഹത്തെ കാണാതായതും. വിവരങ്ങൾ. SKN ഞാനിപ്പോൾ നിൽക്കുന്നത് ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിയുടെ മാരായമുട്ടത്തുള്ള വീടിന് മുന്നിലാണ്. നമുക്ക് ഈ വീട് കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം ദയനീയമായിരുന്നു ജോയിയുടെയും അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെയും അവസ്ഥ എന്നുള്ളത്. ഇവിടെ ജോയിയുടെ അമ്മയുമാണ് താമസിക്കുന്നത്. ജോയിയുടെ സഹോദരങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി വീട് വെച്ച് പോവുകയും ചെയ്തു. നമുക്ക് കാണാവുന്നതാണ്. കാരണം റോഡിൽ നിന്ന് വളരെ ഉയരത്തിൽ ഒരു കാടിൻ്റെ നടുക്കാണ് ഈ ഒരു വീട്, ജോയിയുടെ വീട് എന്ന് വേണമെങ്കിൽ പറയാം. ഹോളോ ബ്രിക്സ് കൊണ്ട് കെട്ടിപ്പൊക്കി മുകളിൽ ഷീറ്റ് ഇട്ടിരിക്കുന്ന ഒരു കിടപ്പാടം, അതാണ് ജോയിയുടെ ഏക സ്വത്ത് അല്ലെങ്കിൽ വീട് എന്ന് പറയാവുന്നത്. അതോടൊപ്പം തന്നെ SKN സൂചിപ്പിച്ച പോലെ ജീവിതത്തിൻ്റെ ഈ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഏത് ജോലിയും ചെയ്യുമായിരുന്ന ഒരാളാണ് ജോയി. അത് ഇന്ന ജോലി എന്നില്ല, വൈദഗ്ധ്യം നേടിയ ജോലി എന്നില്ല, ഏത് ജോലിയും ചെയ്യുമായിരുന്ന ഒരാളാണ്. അങ്ങനെ തൻ്റെ വീട്ടിലേക്ക് അന്നത്തെ ഉപജീവനത്തിനുള്ള അമ്മയ്ക്കും തനിക്കും ഉപജീവനത്തിനുള്ള തുക കണ്ടെത്തുന്ന ഒരാളായിരുന്നു. ഏതായാലും അത് തന്നെയാണ് അദ്ദേഹത്തെ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യ ശേഖരണത്തിന് പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നതും. ഇപ്പോൾ ജോയിയുടെ അമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത്? ഞാൻ അറിഞ്ഞിട്ടും 1:30 മണിയായി. നമ്മൾ ചർച്ചിലായിരുന്നു, ആരാധനയായിരുന്നു. ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് വിഷയം അറിഞ്ഞത്. എന്നിട്ട് എന്നെ വിളിച്ച് ശകലം മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ. കൊടുക്കാൻ പേര് കേട്ടോ ഞാൻ പറഞ്ഞു എൻ്റെ ക്രിസ്തോഫർ തന്നെയാണ്, വേറെ ആരുമില്ല എന്ന് പറഞ്ഞു. ജോയി എല്ലാ ജോലിക്കും പോകുന്ന ഒരാളായിരുന്നു. എന്ത് ജോലി ഉണ്ടെങ്കിലും ചെയ്യും, എന്ത് ജോലിക്ക് വിളിച്ചാലും പോകും. ഇതിനു മുമ്പ് അവിടെ ചെന്ന് വേസ്റ്റ് വാരാം അവർ വിളിച്ചോണ്ട് പോകും. മുമ്പും ആമയിഴഞ്ചാൻ തോട്ടിൽ വേസ്റ്റ് വാരാൻ പോയിട്ടുണ്ട്. കോൺട്രാക്റ്റുകാർ വിളിച്ചോണ്ട് പോകും. ഇവിടെ വന്ന് വണ്ടി കൊണ്ടുവന്ന് ബൈക്കിൽ കയറ്റിയാണ് അന്നും കൊണ്ടുപോയത് അവനെ. എന്നാലും ഈ ജോയിയുടെ മറ്റു സഹോദരങ്ങളൊക്കെ എവിടെയാണ്? ഒരാള് ജോയിയുടെ സഹോദരിയുണ്ട്. ജോയിയുടെ സഹോദരി ആലപ്പുഴയാണ് താമസം. ഇതറിഞ്ഞ് ഇവിടേക്ക് എത്തിയതാണ് ഈ അപകട വിവരം അറിഞ്ഞിട്ട്. ഉച്ചയ്ക്ക് ഇറങ്ങിയത് വാർത്ത വെച്ച് കണ്ടു, പക്ഷെ അണ്ണനാണെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ അമ്മ വിളിച്ചിട്ടും പറഞ്ഞു നീ വാർത്ത വെച്ച് നോക്ക്, ഇതുപോലെ പണിക്ക് പോയിട്ട് അവനെ കാണുന്നില്ല, അമ്മ ഒഴുക്കിൽപ്പെട്ടെന്ന് പറയുന്നുണ്ട്, നീ വാർത്ത വെച്ച് നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ അറിയണത് അമ്മേരെ അന്തിക്കൂട്ടാണ് പോയത്. SKN ഈ അപകട വിവരം അറിഞ്ഞ് ജോയിയുടെ സഹോദരി ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഈ ഒരു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ജോയി ഓക്കെ, ഗിരീഷ്, യഥാർത്ഥത്തിൽ ഒരു വല്ലാതെ കണ്ണീർ കടലിൽ വീണു എന്ന് നമുക്ക് അറിയാം. തീർച്ചയായിട്ടും ജോയിയെ കണ്ടെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ കുടുംബമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഗിരീഷാണ് മാരായമുട്ടത്തെ ജോയിയുടെ വീട്ടിന് സമീപം നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇന്നലെ രാവിലെ മുതൽ ജോയി ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതാവുകയായിരുന്നു. ഈ